ഹായ് എവരിവൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അതായത് ഓൺലൈൻ ഷോപ്പിംഗ് വേഴ്സസ് ഓഫ്ലൈൻ ഷോപ്പിംഗ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇതിലേത് തിരഞ്ഞെടുക്കും? ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ഒരു 80% ആൾക്കാരും ഓൺലൈൻ ഷോപ്പിംഗ് എന്നായിരിക്കും അല്ലേ. പക്ഷേ എൻ്റെ മൈൻഡിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല, എനിക്ക് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിനോട് വലിയ താല്പര്യമില്ല. ഞാൻ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ഷോപ്പിംഗ് ആയിരിക്കും. ആദ്യം തന്നെ നമുക്കതിൻ്റെ ബെനിഫിറ്റ്സ് പറയാം. അതായത് ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം നമുക്ക് ടൈം വേസ്റ്റ് ആവില്ല, അതായത് നമുക്ക് ടൈം സേവ് ചെയ്യാം. അതുപോലെ നമ്മുടെ എനർജി വേസ്റ്റ് ആവില്ല, നമ്മുടെ എനർജിയും സേവ് ചെയ്യാം. അതായത് നമുക്ക് പോയി സാധനം വാങ്ങിക്കേണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓട്ടപ്പാച്ചിലാണല്ലേ. അപ്പോൾ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് സമയം കളയാതെ എല്ലാവർക്കും വീട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് സാധനം കിട്ടും. അതുപോലെ തന്നെ ആ ഒരു ടൈം അതുകൊണ്ട് വേസ്റ്റ് ആക്കണ്ട. അതുപോലെ ഓടാനുള്ള ഒരു എനർജി ഇല്ലേ, അതും നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ബെനിഫിറ്റ്സിൽ നമുക്ക് അതൊക്കെ കൂട്ടാം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സാധനം റിട്ടേൺ ചെയ്യണമെങ്കിൽ, അതായത് നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനും ഈ പറഞ്ഞ ടൈമും എനർജിയും ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട. അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് അല്ലേ. എന്നാൽ എനിക്കിതൊന്നും കേട്ടിട്ടും അത്രയങ്ങ് ഈ ഒരു സമ്പ്രദായം ഇഷ്ടമല്ല. ഞാൻ ഈ ഓഫ്ലൈൻ ഷോപ്പിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഒരുപാട് സമയം ഇങ്ങനെ ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ആവശ്യത്തിലധികം ഇങ്ങനെ എനർജി കൂട്ടി വെച്ചത് കൊണ്ടൊന്നല്ല കേട്ടോ. ഞാൻ പറയുന്നത് എനിക്കെന്താണെന്ന് അറിയില്ല, ഞാൻ ഈ 2 ഷോപ്പിങ്ങും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഓൺലൈൻ ഷോപ്പിങ്ങും ചെയ്തിട്ട് കുറവാണ്, താരതമ്യേന കുറവാണ്. ഓഫ്ലൈൻ ഷോപ്പിംഗ് പിന്നെ പണ്ട് മുതലേ നമ്മൾ ഓഫ്ലൈൻ ഷോപ്പിംഗ് ആണല്ലോ. ഇപ്പം അടുത്ത കാലത്തല്ലേ ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ ഇങ്ങനെ കൂടുതലായി കണ്ടുവരുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ ചില കാര്യങ്ങളാണ്. ഇതെനിക്ക് മാത്രമാണ് കേട്ടോ. എല്ലാവർക്കും ഞാൻ പറഞ്ഞു, ഭൂരിഭാഗം പേർക്കും ഓൺലൈൻ ഷോപ്പിംഗ് ആയിരിക്കും അവർക്ക് കംഫർട്ടബിൾ. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഓൺലൈൻ ഷോപ്പിംഗ് ആകുമ്പോൾ നമ്മുടെ പൈസ കുറച്ചുകൂടി നമ്മൾ ചിലവാക്കുന്നതില്ലേ, അത് കുറച്ച് നമ്മൾ കൂടുതലായിരിക്കും. കാരണം നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് മൊബൈൽ നോക്കി ഇങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഇത് കൊള്ളാം എന്നൊക്കെ തോന്നും. നമ്മളിങ്ങനെ കുറേ അങ്ങ് നമ്മൾ അറിയാതെ തന്നെ മൈൻഡ് സെലക്ട് ചെയ്ത് പോകും. എൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മുടെ പൈസ കുറച്ചധികം നമ്മളധികം ദൂർത്ത് എന്ന് പറയുന്നില്ല, കുറച്ചധികം നമ്മൾ ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഓഫ്ലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പോയിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ സ്റ്റിക്കറൊക്കെ നോക്കി റേറ്റൊക്കെ നോക്കി നമ്മൾ ആ ഇത് വീട്ടിലിരുന്ന് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്തിങ്ങനെ നമ്മൾ നോക്കുമല്ലോ. ആ അത്ര ദൂരത്ത് നമ്മൾ നേരിട്ട് പോയിട്ട് വാങ്ങിക്കുമ്പോൾ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതുപോലെ നമ്മൾ ഈ പുറത്ത് പോയി ഷോപ്പ് ചെയ്യുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ നമുക്ക് പോവാം, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാം. അങ്ങനെ നമ്മുടെ എല്ലാവർക്കും കൂടെ പോകാൻ പറ്റിയ ഒരു ഷോപ്പിംഗാണ് പുറത്ത് പോയി ഷോപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പം ആ ഒരു തരത്തിൽ നോക്കുമ്പോഴും എനിക്ക് കൂടുതൽ ഇഷ്ടം പുറത്തു പോയി, അതായത് ഓഫ്ലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നതാണ്. പുറത്തു പോയി ഷോപ്പിംഗ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം എല്ലാവരുമായി ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ. ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യാനുള്ളതാണ് ടൈം. അപ്പം വീട്ടിലിരുന്ന് കുത്തി ഇങ്ങനെ എന്നാൽ വെറുതെ ബോറടിച്ച് സമയം കളയാതെ, അല്ലെങ്കിൽ നമുക്ക് ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി വെറുതെ ഇത് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യാതെ ആ ഒരു സമയം, എൻ്റെ ഒരു കാര്യത്തിൽ ആ ഒരു സമയം പുറത്തു പോയി ഫാമിലിയോടൊപ്പമോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പിന്നെയുള്ള ഒരു നെഗറ്റീവല്ല, പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനർജി എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് ചിലപ്പോൾ ടൈം, ഇത് പറഞ്ഞത് വളരെ ജോലി തിരക്കില്ലവരുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. വീട്ടിൽ സാധാരണ വലിയ ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കുന്നവർക്ക് എന്ത് എനർജി വേസ്റ്റ് ആവാൻ, വീട്ടിലിരുന്ന് കുത്തുന്നതിനെക്കാട്ടും കൂടുതൽ പുറത്ത് പോയി, ഇനി ബസ്സിലാണോ കാറിലാണോ എങ്ങനെയാണെങ്കിലും അത്രയെങ്കിലും നമ്മൾ അവിടെ പോയി ആ ഷോപ്പിങ്ങിന് പോയി സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിന് ആ എനർജി വേസ്റ്റ് ആകുമ്പോൾ ഗുണകരമേ ഉണ്ടാവുള്ളൂ. അതൊരിക്കലും നമ്മുടെ ശരീരത്തിന് മോശമുണ്ടാവില്ല. അപ്പോൾ എനിക്കിങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ കൊണ്ടാണ് ഓൺലൈൻ ഷോപ്പിങ്ങിനേക്കാളും കൂടുതൽ ഓഫ്ലൈൻ ഷോപ്പിംഗ് അഥവാ പുറത്തുപോയി ഷോപ്പിംഗ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടമെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, ഞാനിങ്ങനെ മൊബൈലിലൂടെ ഇങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ, അതായത് ഒരു ഷോർട്സിൽ തന്നെയാണ് കണ്ടത്. ഇങ്ങനെ സർവേ നടത്തുമല്ലോ, ഓൺലൈൻ ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം ഓഫ്ലൈൻ ഷോപ്പിംഗ് ആണോ, അങ്ങനെ കണ്ടപ്പോൾ അതിൽ കൂടുതൽ പേരും, അതായത് ഒരു 80% ആൾക്കാർ ഓൺലൈൻ ഷോപ്പിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തി, പിന്നെ എനിക്ക് മാത്രം എന്താ ഈ ഓഫ്ലൈൻ ഷോപ്പിങ്ങിനോടൊരു താല്പര്യം കൂടുതൽ, ഓൺലൈൻ ഷോപ്പിങ്ങിനോട് അത്ര താല്പര്യം ഇല്ലാത്ത എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചു.
അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്ത് ഇത് കാണുന്നവരോടൊന്ന് ചോദിച്ചു നോക്കാമെന്ന്. എന്താണെന്ന് അറിയാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷോപ്പിംഗ്, അതായത് ഓൺലൈൻ ഷോപ്പിംഗ് ആണോ പുറത്ത് പോയി ഷോപ്പിംഗ് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ബൈ.